മലയാള മനോരമയിൽ നേരത്തെ വിമതൻ എന്ന അപരനാമത്തിൽ ആഴ്ചക്കുറിപ്പുകൾ എന്ന പംക്തി തയ്യാറാക്കിയിരുന്നത് അന്തരിച്ച ഇ സോമനാഥൻ എന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായി ആ പംക്തി കൈകാര്യം ചെയ്യുന്നത് KSU നിലവാരത്തിലുള്ള ആരോ ആണെന്ന കാര്യത്തിൽ വാർത്താ വിചാരണയ്ക്ക് യാതൊരു സംശയവുമില്ല. അതിപ്പോൾ തൃത്താല ബലരാമനാകാം, രാഹുൽ മാങ്കൂട്ടമാകാം, അതുമല്ലെങ്കിൽ സതീശൻ ജിയോ സുധാകർ ജിയോ തന്നെയും ആകാം. അതുമല്ലെങ്കിൽ ഇവരുടെ എല്ലാം ക്ലോണിംഗ് പരുവത്തിലുള്ള മനോരമയിലെ പഴയ KSUകാരനും ആകാം. ആ പത്രത്തിൻ്റെ ഏതാണ്ടൊക്കെയോ ഒരു കനേഡിയൻ മദാമ വന്ന് ചെത്തിമിനുക്കിയിട്ടുണ്ട് പോലും. പക്ഷേ ആർക്കും ചെത്തിമിനുക്കാൻ കഴിയാത്ത ഒന്നുണ്ട്, അത് ആ പത്രത്തിൻ്റെ നിലവാരമാണ്. ആ പത്രമുതലാളിമാരുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയ്ക്ക് ജരാനര ബാധിച്ചിട്ടും വിഷം ഒട്ടും കുറഞ്ഞിട്ടില്ല. അത് കുറയുകയുമില്ല. കഴുതക്കാമം ഇങ്ങനെ കരഞ്ഞു തീർത്തുകൊണ്ടിരിക്കും. ശാപവാക്കുകൾ ഇങ്ങനെ വിഷമഷി രൂപത്തിൽ ഒഴുക്കിക്കൊണ്ടേയിരിക്കും. സ്വർണം വീട്ടിൽ വെച്ചിട്ടെന്തിന് എന്നാണ് ഇന്നത്തെ വികലന്റെ തല. അതിൻ്റെ താഴെയെന്ന് മുകളിലോട്ട് പോകാം. അവർ തല തിരിഞ്ഞ വാർത്ത എഴുതും പോലെ. സ്റ്റോപ്പ് പ്രസ്സിൽ പറയുന്നു, പിണറായി വിജയന്റെ പ്രസംഗമടങ്ങിയ ലഘുലേഖ നൽകുന്നത് ലോഡ് ഷെഡിങ്ങിൽ വീശാനായിരിക്കുമെന്ന്. വിമതൻ പറയുന്നത് കർണാടകത്തിലെ ലോഡ് ഷെഡിങ്ങിനെ കുറിച്ചാണോ? അവിടെ പകലും രാത്രിയുമായി മണിക്കൂറുകളാണ് ലോഡ് ഷെഡിങ്. അവിടെ ഭരിക്കുന്നത് വിമതന്റെ പാർട്ടിയാണ്. അതോ വിമതൻ ഇപ്പോഴും 8 കൊല്ലം പുറകിലത്തെ കാര്യം സ്വപ്നം കാണുകയാണോ? വിമതന്റെ നേതാക്കൾ ഭരിച്ച 5 വർഷത്തെ ലോഡ് ഷെഡിങ് ഓർത്തിട്ടാണോ? വിമതന് ഭാര്യയും കുടുംബവും ഒക്കെ കാണുമല്ലോ. വല്ലപ്പോഴും പാതിരാത്രിയെങ്കിലും വീട്ടിൽ കയറാറുമുണ്ടാകുമല്ലോ. അപ്പോഴെങ്കിലും വീട്ടുകാരോട് ചോദിക്കണം കരണ്ട് കട്ട് ഉണ്ടോ എന്ന്. അതല്ലാതെ ഒരുമാതിരി ആന്റണിയെ പോലെ മരിച്ച KSUകാരുടെ ലിസ്റ്റുമായി വരുമെന്ന് പറഞ്ഞ പോലെ ആകരുത്. അതല്ല തെരഞ്ഞെടുപ്പ് കാലത്ത് ലോഡ് ഷെഡിങ് എന്ന് പറഞ്ഞ് ജനവികാരം എതിരാക്കാനാകുമോ എന്ന ചിന്തയല്ലേ. മാത്രമല്ല വിമതന്റെ നേതാക്കളുടെ സത്യദീപമാണ് മനോരമ. ഇന്നു മുതൽ ഇതും വായിച്ച് സതീശൻജിയും സുധാകർജിയും എല്ലാം കേരളത്തിൽ ലോഡ് ഷെഡിങ് ആണെന്ന് പ്രസംഗിക്കുകയും ചെയ്യും. വിമതന്റെ അടുത്ത കുറിപ്പ് നോക്കൂ. ഒരു അറിയപ്പെടാത്ത നർത്തകി താൻ വലിയ സംഭവം എന്ന് തെറ്റിദ്ധരിച്ച് തൻ്റെ എല്ലാ ഫ്രസ്ട്രേഷനുകളും തീർക്കാനായി ഉള്ളിൽ അടിഞ്ഞുകൂടിയ വിഷമാകെ പുറത്തേക്ക് ഒഴുക്കുവിട്ട് നാടാകെ മലിനമാക്കി. ഏതാണ്ട് മലയാള മനോരമ പത്രം ദിവസവും ചെയ്യുന്ന പോലെ. അവരുടെ വർണ്ണവിരോധത്തെ വിമതൻ താരതമ്യപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിക്കെതിരെ വിമതന്റെ കുട്ടി നേതാക്കൾ കരിങ്കൊടി കാട്ടിയതിനെതിരായ നടപടിയെ. അറിയപ്പെടാത്ത നർത്തകിയുടെ വർണ്ണവെറിയും കരിങ്കൊടി സമരത്തിനെതിരായ നടപടിയും ഒന്നാക്കുന്ന അപാരമായ മനോനിലയെക്കുറിച്ച് എന്തു പറയാനാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയത് ED പേടിയിലാണത്രേ. മുഖ്യമന്ത്രി തൃശൂരിൽ മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ CPMന്റെ പല ഓഫീസുകളിലും സന്ദർശിച്ചിട്ടുണ്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ്. പക്ഷേ വിമതൻ സ്വപ്നം കണ്ട് കോൾമയിർ കൊള്ളുന്നത് ഹേമന്ത് സോറിനെയും കേജ്രിവാളിനെയും അറസ്റ്റ് ചെയ്തതുപോലെ പിണറായി വിജയനെയും അറസ്റ്റ് ചെയ്യുന്നതും കാത്താണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടികൾക്കെതിരെ ഡൽഹിയിൽ കേരളം സമരം നടത്തിയപ്പോൾ കേജ്രിവാൾ അഭിവാദ്യം ചെയ്തിരുന്നു. അന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നതിനെ കുറിച്ചും കേജ്രിവാൾ പറഞ്ഞിരുന്നു. സർക്കാരിന്റെ ചട്ടുകമായ ഈ ഏജൻസികൾ ഇന്ന് എന്നെയും നാളെ പിണറായി വിജയനെയും അറസ്റ്റ് ചെയ്താൽ അത്ഭുതപ്പെടാനില്ല എന്ന് പറഞ്ഞിരുന്നു. അതിൽ ആദ്യത്തേത് സംഭവിച്ചു. രണ്ടാമത്തേത് ഇതാ സംഭവിക്കാൻ പോകുന്നു എന്ന ആഹ്ലാദ പൂത്തിരി കത്തിക്കുകയാണ്. VD സതീശൻ നേരത്തെ പ്രകടിപ്പിച്ച അത്യാഗ്രഹമാണിത്. അത് വിഴുങ്ങിയാണ് വിമത ശിഷ്യൻ ഛർദ്ദിച്ചിരിക്കുന്നത്. കുറ്റം പറയാനൊക്കില്ല. കേജ്രിവാൾ നേരത്തെ മറ്റൊരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു. BJPയിൽ ചേരാൻ 25 കോടി വാഗ്ദാനം ചെയ്തുവെന്ന്. കേജ്രിവാൾ കോൺഗ്രസിന്റെ 11 മുൻ മുഖ്യമന്ത്രിമാരെ പോലെ ആയിരുന്നെങ്കിൽ എന്നേ ആ ഓഫർ സ്വീകരിച്ചേനെ. ചുരുങ്ങിയ പക്ഷം പത്മജ വേണുഗോപാലിനെയും അനിൽ ആന്റണിയെയും പോലെ ആയാലും മതിയായിരുന്നു. 25 കോടിയും കിട്ടും. ജയിലിൽ കിടക്കുകയും വേണ്ടി വരുമായിരുന്നില്ല. പക്ഷേ കേജ്രിവാളിന്റെ നട്ടെല്ല് വിമതന്റെ നേതാക്കളെ പോലെ വാഴനാര് അല്ലാതായിപ്പോയി. അശോക് ചവാൻ എന്ന നേതാവ് കൂടണയും മുമ്പ് ഒരു ആർത്തനാദം പുറപ്പെടുവിച്ചതായി പുറത്തു വന്നില്ലേ? BJPയിൽ ചേർന്നില്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നല്ലോ കുട്ടികളെപ്പോലെ കരഞ്ഞു നിലവിളിച്ചത്. എല്ലാവരും അതുപോലെയാണെന്ന് കരുതിയോ? അതോ തൻ്റെ പത്രത്തിൻ്റെ സ്ഥാപക മുതലാളിയെപ്പോലെ എല്ലാവരും ബ്ലേഡ് കമ്പനി തട്ടിപ്പ് നടത്തി ജയിലിൽ പോയതുപോലെ ആണെന്ന് കരുതിയോ? അതോ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വെട്ടിപ്പിന് ഇപ്പോഴത്തെ മുതലാളിമാർ നടത്തുന്ന റബ്ബർ കമ്പനി ബോണ്ട് കോഴ നൽകിയതുപോലെ നൽകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? അതുകൊണ്ട് വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് എന്ന തലക്കെട്ട് മനോരമക്ക് നന്നായി ചേരും.
വീട്ടിൽ കള്ളപ്പണം വെച്ചിട്ടെന്തിന് ജയിലിൽ പോണം, അതിൽ നിന്നും ചില്ലുവാനമെടുത്ത് ബോണ്ട് വാങ്ങി നൽകിയാൽ മതിയല്ലോ.